യേശുവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഒന്ന് തിരുനാൾ ആഘോഷിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ജൂലൈ 12-ാം തീയതി തിരുസഭയിലെ വിശുദ്ധ ദമ്പതികളായ ലൂയിസ് എലിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. വിശുദ്ധ കൂദാശിയായ വിവാഹത്തെ പറ്റിയും ക്രിസ്തീയ ദാമ്പത്യത്തെ പറ്റിയും അതിൻ്റെ ദൗത്യങ്ങളെ പറ്റിയൊക്കെ ആഴത്തിൽ വിചിന്തനം ചെയ്യാനും ഒരിക്കൽ കൂടി നമ്മെ തന്നെ സമർപ്പിക്കാനും വേണ്ടിയുള്ള ഒരു ദിവസമായിട്ട് ഇതിനെ ആഘോഷിക്കണം. എല്ലാ ദമ്പതികൾക്കും ഈ ദിനത്തിന്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുകയാണ്. സത്യത്തിലെ സഭയില് ഒത്തിരി ദമ്പതികള് ഈ ദമ്പതികളുടെ ചൈതന്യം പേറിയൊക്കെ ജീവിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മുടെ അതിരൂപതയില് മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ദമ്പതികളൊക്കെ ഈ ഒരു ദമ്പതിയുടെ ചൈതന്യവും അവർ നൽകുന്ന ചില പ്രേരണകളൊക്കെ അവരുടെ ദാമ്പത്യത്തെ സുദൃഢമാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ തിരുനാളിനൊരു ലക്ഷ്യമുണ്ട്. നമുക്ക് സഭയിൽ എത്രയോ വിശുദ്ധാത്മാക്കളുണ്ട്, വിശുദ്ധ ജന്മങ്ങളുണ്ട്. ഇവിടെയൊക്കെ തിരുനാളുകൾ ആഘോഷമായിട്ടൊക്കെ നമ്മൾ കൊണ്ടാടാറുണ്ട്. പക്ഷെ പകർച്ചവ്യാധി അത് മാറിക്കിട്ടാൻ, കാണാതെ പോയത് കണ്ടെത്താൻ വേണ്ടി, അസാധ്യ കാര്യങ്ങൾക്ക് വേണ്ടി ശുദ്ധതയുടെ മധ്യസ്ഥർ, അങ്ങനെ എത്രയോ മധ്യസ്ഥരാണ് സഭയിലുള്ളത്. അവിടെയാണ് ഈ ദമ്പതി വിശുദ്ധര് വ്യത്യസ്തരായിട്ട് മാറുന്നത്. നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ എന്തായിരിക്കും ലക്ഷ്യം വെക്കേണ്ടത്? ഞാൻ ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ജൂൺ 29-ാം തീയതി നമ്മൾ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാൾ ആഘോഷിച്ചു. ഒരു ദിവസം തന്നെ 2 പേർക്കായിട്ട് തിരുനാൾ. ഇനി ഒരു വീട്ടിൽ തന്നെ 2 വ്യക്തികൾ വിശുദ്ധരായവരുണ്ട്. വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ മോണിക്കയും. ഇവരുടെയൊക്കെ തിരുനാളും ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന വിശുദ്ധ ലൂയിസ് എലിയുടെ തിരുനാളും നമ്മൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് ഒരു വീട്ടിൽ നിന്ന് തന്നെ 2-3 വിശുദ്ധര്, അല്ലെങ്കിൽ ഒരേ ദിവസം തന്നെ 1-2 വ്യക്തികളുടെ തിരുനാൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാൾ എടുക്കുക. ഇവരുടെ തിരുനാൾ എന്തുകൊണ്ടാണ് ഒരേ ദിവസം തന്നെ സമുചിതമായിട്ട് ആഘോഷിക്കുന്നത്? അവർ 2 പേരും സഭയുടെ 2 തൂണുകളാണ്. സഭയെ നിലനിർത്തുന്ന, പടുത്തുയർത്തുന്ന 2 തൂണുകൾ. എനിക്ക് തോന്നുന്നു ഈ ലൂയിസ് എലി അത്തരത്തിൽ നമുക്കൊന്ന് വിലയിരുത്താം, അല്ലെങ്കിൽ താരതമ്യം ചെയ്യാം. ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്ഥാപനമാണ്, പദ്ധതിയാണ് കുടുംബം. ഈ കുടുംബത്തിന് 2 വ്യക്തികൾ വേണമെന്ന് ദൈവം ആഗ്രഹിച്ചിരിക്കുന്നു. അതാണ് സ്ത്രീയും പുരുഷനും. ഈ സ്ത്രീക്കും പുരുഷനും 2 ദൗത്യങ്ങളാണ് ദൈവം അനാദിയിലെ നൽകിയത്. ഒന്ന് ഭാര്യയാവുക അല്ലെങ്കിൽ ഭർത്താവുക, രണ്ടാമത്തേത് അമ്മയാവുക അല്ലെങ്കിൽ അപ്പനാവുക. ഈ 2 ദൗത്യങ്ങളും സമന്വയിപ്പിച്ച് ജീവിച്ച 2 വ്യക്തികളാണ് പത്രോസിനെയും പൗലോസിനെയും പോലെ സഭയെ പടുത്തുയർത്തിയതുപോലെ ഒരു പക്ഷേ കുടുംബത്തെ പടുത്തുയർത്തുന്നത് കാണുന്ന ഈ 2 വിശുദ്ധാത്മാക്കളും. അതിനാൽ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ഈ ദമ്പതികളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 2 വ്യക്തികളുടെ എന്നതിനേക്കാളും ഒരു ദമ്പതിയുടെ ജീവിതത്തെ ആഘോഷമാക്കുന്നതും അതിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഒരു വലിയൊരു ആഘോഷമാണ് ഈ തിരുനാൾ. ഇതിന് വലിയൊരു പ്രസക്തിയുണ്ട്. എത്രയോ വ്യക്തികളിലേക്കും ദമ്പതികളിലേക്കുമാണ് നമ്മൾ ഈ തിരുനാളിന്റെ സന്ദേശമൊക്കെ കൈമാറേണ്ടത്. ഈ ലൂയിസയുടെ ജീവിതമൊക്കെ ഒന്ന് പരിശോധിക്കുക. നമുക്ക് അവരുടെ ചരിത്രം അറിയാം. ആരായിരുന്നു ഇവര്? 2 പേരും സന്യാസ ജീവിതം ആഗ്രഹിച്ചവരാണ്. പക്ഷേ അത് തങ്ങളുടെ വിളിയല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമുണ്ട്. അവർ തിരിച്ചു പോരുന്നു. പക്ഷേ 2 പേരും തീരുമാനിക്കുന്നത് എന്താണ്? ഈ സെലിൻ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് സ്വർഗത്തിൽ ഒത്തിരി വിശുദ്ധാത്മാക്കൾക്ക് ജന്മമേകണം, സ്വർഗത്തിനായിട്ട് കുറെ വിശുദ്ധാത്മാക്കളെ ജനിപ്പിക്കണം എന്ന് പറഞ്ഞാല് തനിക്ക് കുറെ മക്കളുടെ അമ്മയാകണം. ഈ മക്കളെല്ലാവരും സ്വർഗത്തിന് വേണ്ടിയുള്ളവരാകണം. ലൂയി ചിന്തിക്കുന്നത് ഒരു സന്യാസിയെ പോലെ വിശുദ്ധ ജീവിതം നയിക്കണം. സത്യത്തിൽ ഈ 2 വിരുദ്ധ കാഴ്ചപ്പാടുകൾ പിന്നീട് അത് യോജിക്കുന്നുണ്ട്. അവർക്ക് 9 മക്കളാണ് ജനിക്കുന്നത്. ഈ മക്കളെ അവർ എങ്ങനെയാണ് വളർത്തിയത്? ഒന്ന് ദൈവത്തിന് വേണ്ടി, മറ്റൊന്ന് സമൂഹത്തിന് വേണ്ടി. ഞാൻ വിശ്വസിക്കുന്നു, ഓരോ ക്രിസ്തീയ ദമ്പതിയുടെയും സവിശേഷമായ ഉത്തരവാദിത്വമാണ് ദൈവത്തിനും സമൂഹത്തിനും വേണ്ടി തങ്ങളുടെ ദാമ്പത്യത്തെയും തങ്ങളുടെ മക്കളെയും മാറ്റിവെക്കുക അല്ലെങ്കിൽ പരിശീലിപ്പിക്കുക എന്നുള്ളത്. ദൈവത്തിന് വേണ്ടി നൽകണം. തീർച്ചയായിട്ടും അവരുടെ മക്കളെ നോക്കി 5 പെൺകുട്ടികൾ, 5 പേരും സന്യാസിനികളായി. ഇവർ വെറും സന്യാസിനികളല്ല. ഇന്ന് കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്ന ഒരു വേദ പാരംഗതയാണ് വിശുദ്ധ കൊച്ചു തെരേസ. 24 വയസ്സിന്റെ ആയുസ്സിൽ അവൾ ചെയ്തു കൂട്ടിയത് മഹത്തരമായ കാര്യങ്ങളൊന്നുമായിരുന്നില്ല. ലോകം വെട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തില്ല. അവൾ പഠിച്ച ചരിത്രമുണ്ട്. ഫ്രാൻസിന്റെ ചരിത്രത്തിൽ നെപ്പോളിയന്റെ ഒക്കെ തേരോട്ടങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ചക്രവർത്തിമാരുടെ ഉണ്ട്. യൂറോപ്പിന്റെ പശ്ചാത്തലത്തിൽ കൊടുമ്പിനി കൊണ്ട് ഒത്തിരി യുദ്ധങ്ങളൊക്കെയുണ്ട്. പടവെട്ടിയും മറ്റുമൊക്കെ നേടിയെടുത്ത രാജ്യങ്ങളൊക്കെയുണ്ട്. ഇതൊന്നുമല്ല അവൾ ചെയ്തത്. അവളായിരുന്ന ഇട്ടാവട്ടത്തിന് പുറത്തേക്ക് ഒരിക്കലും പോയിട്ടില്ല.
മറ്റു മഠങ്ങൾ കന്യാലയങ്ങളിൽ പോലെ ആയിരുന്നില്ല ഇതൊരു ആവൃത്തിയായിരുന്നു. അതിനുള്ളിൽ മാത്രം തൻ്റെ ദൈവം തനിക്ക് നൽകിയ രോഗത്തെ പ്രണയിച്ചുകൊണ്ട്, അതിൽ ദൈവത്തിന്റെ ഹിതം ദർശിച്ചുകൊണ്ട്, അതിനെ പോലും ഒരു പ്രാർത്ഥനയാക്കി മറ്റുള്ളവർക്കായി നൽകിയ ഒരു സന്യാസിനി. കൊച്ചു ത്രേസ്യയുടെ ജീവിതം നമുക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. മറ്റു മക്കളും വ്യത്യസ്തരൊന്നായിരുന്നില്ല. ഇവിടെ എന്താണ് ഈ മകൾ ഇത് ചെയ്തത്? അവൾ തൻ്റെ ജീവിതത്തെ ദൈവത്തിനും അതുപോലെ സമൂഹത്തിനുമായിട്ട് നൽകുകയാണ്. കൊച്ചു ത്രേസ്യ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആഗോള സഭയിലെ മിഷണറിമാരുടെ മധ്യസ്ഥയായിട്ടാണ് കൊച്ചു ത്രേസ്യ അവരോധിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? അവൾ തൻ്റെ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഈ കുഞ്ഞിന് എവിടെ നിന്നായിരിക്കും ലഭിച്ചിരിക്കുക? തീർച്ചയായിട്ടും തങ്ങളുടെ ദാമ്പത്യം സമൂഹത്തിനും വേണ്ടിയാണ് എന്നൊരു ചിന്ത അവളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഈ ഒരു കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിൽ അന്യമാകുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ നമ്മളുടെ വിവാഹങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അതൊരു പ്രൈവറ്റ് പരിപാടിയാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ആ ഒരു ചെറിയ കുടുംബവും. ഇന്ന് സത്യത്തിൽ നല്ല നേതാക്കന്മാരുണ്ടോ? നമുക്ക് നേതൃത്വത്തിന്റെ വലിയൊരു അഭാവം ഇന്ന് സംഭവിക്കുന്നുണ്ട്. ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു പരിഹാരം കിട്ടേണ്ടത്? നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മക്കളെ തീർച്ചയായിട്ടും പരിശീലിപ്പിക്കേണ്ടത് അനിവാര്യതയാണ്. ലൂയിസലിയുടെ ജീവിതത്തിൽ അവരുടെ മക്കളെയൊക്കെ മറ്റുള്ളവർക്ക് നൽകി. അതുപോലെ ഓരോ ക്രിസ്തീയ ദമ്പതിയും തിരിച്ചറിയേണ്ടതുണ്ട്, തങ്ങളുടെ മക്കളെ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് നൽകേണ്ടവരാണ്. അതിനുതകുന്ന പരിശീലനം, മൂല്യബോധങ്ങള്, ദൈവവിശ്വാസം മാത്രമല്ല, മൂല്യബോധങ്ങള്, അതുപോലെ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചിന്ത നമ്മൾ കൈമാറേണ്ടതുണ്ട്. രണ്ടാമതായിട്ട്, ക്രിസ്തുവിന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുവാനായിട്ട് ലൂയിസലിയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അനുദിന പ്രാർത്ഥനകള്, കൂദാശകളുടെ സ്വീകരണങ്ങള്, വീട്ടിൽ അവർ നടത്തുന്ന സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ, ആദരവിന്റെ തലങ്ങള്, ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തിയത് സത്യത്തിൽ ക്രിസ്തുവിന്റെ ഭാവങ്ങളാണ്. തിരുവിവാഹം എന്നൊരു കൂദാശയെ പറ്റി നമ്മൾ സംസാരിക്കും. ഈ വിവാഹം തിരുവിവാഹമാകുന്നത് എങ്ങനെയാണ്? അതിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. സത്യത്തിൽ ഈ ദമ്പതികൾ ക്രിസ്തുവിനെയാണ് തങ്ങളുടെ ദാമ്പത്യത്തിലൂടെ സ്വീകരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, ദാമ്പത്യത്തിലോ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ എന്താണ് ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ആയിത്തീരേണ്ടത്? ഞാൻ എന്താണോ ഉൾക്കൊള്ളുന്നത് അത് ഞാൻ ആയിത്തീരണം. ഫുഡ് പോയിസണൊക്കെ അടിക്കാറുണ്ടല്ലേ നമുക്ക്. ആ പോയിസൺ എന്താണോ വിഷം ഉണ്ടായത് അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു, അതുമായി മാറുന്നു. കണ്ടോ? എന്നതുപോലെ ഒരു ക്രിസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്തുവായി തീരുന്ന ഒരു അവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം, അല്ലെ? ക്രിസ്തുവിനെ നൽകുന്ന വ്യക്തികൾ. ക്രിസ്തുവിന്റെ സ്വഭാവം എന്തായിരുന്നു? കാരുണ്യം, സഹാനുഭൂതി, ആർദ്രത, മറ്റുള്ളവരോടുള്ള കരുണ, കരുതല്, സേവന സന്നദ്ധത, സാമൂഹ്യ പ്രതിബദ്ധത, ഇതെല്ലാം ക്രിസ്തുവിൽ നിഴലിച്ച് കണ്ട വലിയ മൂല്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വളരേണ്ടവരാണ്. കരുണയുള്ള വ്യക്തികളാകണം, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാകണം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കൊച്ചു ത്രേസ്യയെയും അതുപോലെ ലൂയിസലിയും ഒക്കെ നമ്മളിവിടെ അൾത്താരയിൽ ഏറ്റുപറഞ്ഞപ്പോ നമ്മൾ അവരിൽ നിന്ന് സ്വീകരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെതായ ചില നിബന്ധനകൾ നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നു. അതെന്താണ്? കൂടുതൽ കർമ്മോത്സുകരാകുക, ഈ ദാമ്പത്യം ക്രിയാത്മകമാകുക, ക്രിസ്തുവിനെ നൽകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. എത്രമാത്രം എനിക്ക് ക്രിസ്തുവിനെ നൽകാനായിട്ട് സാധിക്കും, അതായിരിക്കട്ടെ നമ്മുടെ വെല്ലുവിളി. ഞാൻ പുരോഹിതനാണെങ്കിൽ എനിക്ക് ആളുകൾ നൽകുന്ന അഭിസംബോധനയുണ്ട്, ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. എന്നർത്ഥം എന്താണ്? എന്നിൽ ആളുകൾ ക്രിസ്തുവിനെ കാണുന്നു ആലങ്കാരികമായിട്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിന്റെ രീതികളിൽ ക്രിസ്തുവിനെ കാണാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ചുറ്റുപാടുകളിൽ സംശയമാണ്. എന്നതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ക്രിസ്തുവിനെ അനുഭവിച്ചവര് ക്രിസ്തുവിനെ നൽകുന്നവരാകണം. ലൂയിസലിയുടെ മാധ്യസ്ഥം നമ്മൾ തേടുകയാണ്. നമ്മുടെ ദാമ്പത്യത്തില്, നമ്മുടെ വൈവാഹിക ജീവിതത്തില്, കുടുംബത്തില്, നമ്മുടെ മക്കളില് ഈ ക്രിസ്തു രൂപപ്പെടണം. ലൂയിസലിയുടെ തീക്ഷ്ണത ഇത് മാത്രമായിരുന്നു. തങ്ങളുടെ മക്കളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുക, തങ്ങളുടെ ദാമ്പത്യത്തിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുക, പരസ്പരം ക്രിസ്തുവിനെ നൽകുന്നവർ ആവുക. അതിൽ ഏതൊരു തിരുനാളിലും ഈ ക്രിസ്തുവാണ് ധ്യാനിക്കപ്പെടുന്നത്. ഈ വ്യക്തികൾ ക്രിസ്തുവിനെ എങ്ങനെ അനുധാവനം ചെയ്തെന്നാണ് ഇവിടെ ധ്യാനിക്കപ്പെടുന്നത്. തങ്ങളുടെ രക്തസാക്ഷിത്വമാകാം, തങ്ങളുടെ ദാമ്പത്യമാകാം, അവിടെ അവർ എങ്ങനെയാണ് ക്രിസ്തുവിനെ ആവിഷ്കരിച്ചത്. അതുകൊണ്ട് ഓരോ തിരുനാളും മിശിഹാ രഹസ്യത്തിന്റെ ആഘോഷമായ കൊണ്ടാട്ടമാണ്. തീർച്ചയായിട്ടും ഈ തിരുനാളിൽ ഈ ക്രിസ്തുവിന്റെ ധ്യാനമില്ലെങ്കിൽ, ക്രിസ്തു അവബോധത്തിലേക്കുള്ളൊരു വളർച്ച ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ശുഷ്കമായിരിക്കും. അതിനാൽ ലൂയിസലി എപ്രകാരം തങ്ങളുടെ ദാമ്പത്യത്തിലൂടെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്തു, എങ്ങനെ ക്രിസ്തുവിനെ ആവിഷ്കരിച്ചു, എങ്ങനെ ക്രിസ്തുവിന് സന്ദേശം സജീവമായിട്ട് നിലനിർത്തി, എങ്ങനെ അവന്റെ കുരിശുമരണത്തിൽ, പീഡാസഹനത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ സഹനാനുഭവങ്ങളുടെ പങ്കാളികളായി,
ഇതാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതിനാൽ ദാമ്പത്യത്തിലെ വലിയൊരു പ്രതിജ്ഞയുണ്ടല്ലോ, ഇന്നു മുതൽ മരണം വരെ, അല്ലെ, സുഖത്തിൽ ദുഃഖത്തിൽ, രോഗത്തിൽ ആരോഗ്യത്തിൽ, ദാരിദ്ര്യത്തിൽ സമ്പത്തിൽ, ഇവിടെയെല്ലാം നിഴലിച്ചു നിൽക്കുന്ന വ്യക്തിത്വം അല്ലെങ്കിൽ നിഴൽ പോലെ കടന്നു പോകുന്നത് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ ഓരോ ദമ്പതിക്കും സാധിക്കട്ടെ എന്ന് നമ്മൾ ഏറ്റവും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ഹൃദയത്തിൽ നിന്ന് നേരുകയാണ്. ഒത്തിരി ദമ്പതികൾ തങ്ങളുടെ ദാമ്പത്യത്തിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാകുവാൻ നമുക്ക് അധ്വാനിക്കാം. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഈ മധ്യസ്ഥരുടെ പ്രാർത്ഥനകളും നമുക്ക് യാചിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തീയ കുടുംബമെന്ന സുന്ദര സ്വർഗം തീർക്കാൻ ദൈവത്തിൻ മനസ്സോടു ചേർത്തു വച്ചു സ്വന്തം മനസ്സവർ ദമ്പതികൾ. ക്രിസ്തീയ കുടുംബമെന്ന സുന്ദര സ്വർഗം തീർക്കാൻ ദൈവത്തിൻ മനസ്സോടു ചേർത്തു വച്ചു സ്വന്തം മനസ്സവർ ദമ്പതികൾ. ലൂയിസലീമാത്തിൻ ദമ്പതികൾ ദമ്പതികൾക്കുള്ള മാതൃകകൾ. ലൂയിസലീമാത്തിൻ ദമ്പതികൾ ദമ്പതികൾക്കുള്ള മാതൃകകൾ. ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുത്തും സ്വർഗത്തെ ലക്ഷ്യമായി അധ്വാനിച്ചും. ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുത്തും സ്വർഗത്തെ ലക്ഷ്യമായി അധ്വാനിച്ചും. മക്കൾക്ക് മാതൃക നൽകിക്കൊണ്ടും മന്നിതിലായവർ തീർത്ഥാടകർ. മക്കൾക്കു മാതൃക നൽകിക്കൊണ്ടും മന്നിതിലായവർ തീർത്ഥാടകർ. ലൂയിസലീമാത്തിൻ ദമ്പതികൾ ദമ്പതികൾക്കുള്ള മാതൃകകൾ. ലൂയിസലീമാത്തിൻ ദമ്പതികൾ ദമ്പതികൾക്കുള്ള മാതൃകകൾ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുടുംബത്തെ സ്ഥാപിച്ച ദൈവമേ, കുടുംബത്തിൽ ജനിക്കുവാനും വളരുവാനും ഞങ്ങൾ അനുഗ്രഹിച്ച അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു.
പരസ്പര സ്നേഹത്തിലൂടെ അങ്ങയുടെ സ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിച്ച വിശുദ്ധ ലൂയിസിലെ ദമ്പതിമാരെ ഞങ്ങൾക്ക് മധ്യസ്ഥരായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹത്തിൽ പൂർണ്ണരായ ഈ ദമ്പതികൾ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, കുടുംബത്തിൽ പ്രഥമമായ സ്ഥാനം അങ്ങേക്ക് നൽകിക്കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിച്ച വിശുദ്ധ ലൂയിസിലെ ദമ്പതിമാരുടെ വിശുദ്ധിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. എല്ലാവിധ തിന്മകളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നിർമ്മലമാക്കണമേ. അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്നൊരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. വിവാഹമെന്ന കൂദാശ സ്വീകരിച്ച് കുടുംബജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ വിശുദ്ധ ലൂയിസിലെ ദമ്പതിമാരെ ക്രിസ്തുവിൽ ഐക്യപ്പെട്ട ജീവിതത്തിലൂടെ സ്നേഹത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണമേ. ദൈവം തന്ന 9 മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചും സ്നേഹിക്കുവാൻ പരിശീലിപ്പിച്ചും സ്വർഗോന്മുഖരായി നിങ്ങൾ വളർത്തിയതുപോലെ ദൈവകരങ്ങളിൽ നിന്ന് മക്കളെ സ്വീകരിച്ച് ഉത്തമ ക്രൈസ്തവ വിശ്വാസത്തിൽ അവരെ വളർത്തുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും എല്ലാ മാതാപിതാക്കൾക്കും നൽകണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. രോഗാവസ്ഥയിലും പ്രിയപ്പെട്ടവരുടെ വേർപാടിലും അചഞ്ചലമായ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബത്തെ സ്വർഗതുല്യമാക്കിയ വിശുദ്ധ ലൂയിസിലെ ദമ്പതിമാരെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളിൽ ശാന്തതയോടെ വർത്തിച്ച് കുടുംബത്തിൽ സമാധാനം വളർത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുറവുകളിൽ കുറ്റപ്പെടുത്താതെ യഥാർത്ഥ വിശുദ്ധിയിൽ ജീവിച്ച നിങ്ങളെ പോലെ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. സുഖദുഃഖ സമ്മിശ്രമായ ഈ ജീവിതത്തിൽ പരസ്പരം അംഗീകരിച്ചും കുറവുകൾ ക്ഷമിച്ചും നന്മകളെ പ്രോത്സാഹിപ്പിച്ചും ഭാരങ്ങൾ പങ്കുവെച്ചും ഒന്നായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങൾ ഞങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് സ്നേഹിക്കുന്നുവല്ലോ. വിശ്വാസത്തോടെ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിങ്ങളുടെ മാധ്യസ്ഥം വഴി പിതാവായ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. ലിസ്യുവിലെ സ്വർഗീയ താരങ്ങളെ ലൂയിസിലെ ദമ്പതിമാരെ ലിസ്യുവിലെ സ്വർഗീയ താരങ്ങളെ ലൂയിസിലെ ദമ്പതിമാരെ കുടുംബങ്ങളുടെ വെളിച്ചമാ ദമ്പതി വിശുദ്ധരെ കുടുംബങ്ങളുടെ വെളിച്ചമാ
സ്വർഗോന്മുഖരായി ജീവിച്ച് ഭൂവിൽ സ്വർഗം പണിതതുപോൽ സ്വർഗോന്മുഖരായി ജീവിച്ച് ഭൂവിൽ സ്വർഗം പണിതതുപോൽ സ്വർഗീയ ദാനങ്ങൾ കൈവരിക്കാം പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗീയ ദാനങ്ങൾ കൈവരിക്കാം പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലിസ്യുവിലെ സ്വർഗീയ താരങ്ങളെ, ലൂയിസലി ദമ്പതിമാരെ, ദൈവം നൽകിയ മക്കളെ ദൈവം ആഗ്രഹിച്ച ജീവിതാന്തസ്സിലേക്ക് കരം പിടിച്ച് നയിച്ച വിശുദ്ധ ലൂയിസലി ദമ്പതിമാരെ ഉചിതമായ ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുവാൻ എല്ലാ യുവതിയുവാക്കളെയും സഹായിക്കണമേ. ജീവിത പങ്കാളിയെ കണ്ടെത്താനാകാതെ വേദനിക്കുന്ന യുവതി യുവാക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുടെ ജീവിതത്തിൽ വേഗത്തിൽ ഇടപെടുകയും പ്രാർത്ഥനകൾക്ക് ഉത്തരവിടുകയും ചെയ്യണമേ. സ്നേഹത്തിന്റെ അന്തരീക്ഷത്തിൽ വളരുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മാതാപിതാക്കളെ നല്ല മനസ്സോടെ സ്നേഹിച്ച് ശുശ്രൂഷിക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാവിധ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. കലഹിച്ചു കഴിയുന്ന കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിവാഹിതർക്കെന്നും മാതൃകയായ വിശുദ്ധ ലൂയിസിലെ ദമ്പതിമാരെ, നിങ്ങളുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന സമാധാനത്തിനും ഐശ്വര്യത്തിനും ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ആദിയിൽ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച് കുടുംബത്തിന് രൂപം നൽകിയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ സന്നിഹിതനായി ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്നേഹത്തിന്റെ കൂദാശയിലേക്ക് അനുദിനം ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവമേ, കുടുംബത്തിന്റെ നന്മയ്ക്കായി തീവ്രമായ ആഗ്രഹത്തോടെ വിശുദ്ധ ലൂയിസിലെ ദമ്പതിമാരുടെ പ്രത്യേക മാധ്യസ്ഥം യാചിക്കുന്ന അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്ന തിരുവചനം ഈ മക്കളുടെ ജീവിതത്തിലും സാർത്ഥകമാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപ നിങ്ങളുടെ കുടുംബത്തിൽ ഭരണം നടത്തട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്താൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിങ്ങൾ ആനന്ദമുള്ളവരാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിൻ പൂങ്കാവനത്തിൽ തേനൂറും പനിനീരിൻ ചെടിയേ, സ്നേഹത്തിൻ പരിമളം വീശും ദമ്പതി മധ്യസ്ഥർ നിങ്ങൾ. സ്വർഗത്തിൻ പൂങ്കാവനത്തിൽ തേനൂറും പനിനീരിൻ ചെടിയേ, സ്നേഹത്തിൻ പരിമളം വീശും ദമ്പതി മധ്യസ്ഥർ നിങ്ങൾ. മക്കൾക്കു ദൈവീക വഴിയേ അണയാത്ത കൽവിളക്കായി
മക്കൾക്കു ദൈവീക വഴിയേ അണയാത്ത കൽവിളക്കായി സ്നേഹത്തിൻ നീർച്ചാലായി ഒഴുകാൻ ഞങ്ങൾക്കു വരദാനം നൽകൂ. സ്നേഹത്തിൻ നീർച്ചാലായി ഒഴുകാൻ ഞങ്ങൾക്കു വരദാനം നൽകൂ. സ്വർഗത്തിൻ പൂങ്കാവനത്തിൽ തേനൂറും പനിനീരിൻ ചെടിയേ സ്നേഹത്തിൻ പരിമളം വീശും ദമ്പതി മധ്യസ്ഥർ നിങ്ങൾ. സഹനത്തെ ജപമാലയാക്കി ലിസ്യുവിൻ പുണ്യമാം ഗേഹം. സഹനത്തെ ജപമാലയാക്കി ലിസ്യുവിൻ പുണ്യമാം ഗേഹം. ചെറുപുഷ്പവയലതിൽ നിങ്ങൾ ഞങ്ങൾക്കു മാതൃകയെന്നും. ചെറുപുഷ്പവയലതിൽ നിങ്ങൾ ഞങ്ങൾക്കു മാതൃകയെന്നും. സ്വർഗത്തിൻ പൂങ്കാവനത്തിൽ തേനൂറും പനിനീരിൻ ചെടിയേ സ്നേഹത്തിൻ പരിമളം വീശും ദമ്പതി മധ്യസ്ഥർ നിങ്ങൾ.